നമസ്കാരം. അകിട് വീക്കത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അകിട് വീക്കം രണ്ട് തരത്തിലാണ് അറിയപ്പെടുന്നത്: ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസും. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിക്കൊണ്ടുള്ള അകിട് വീക്കം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ. സബ് ക്ലിനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാക്കത്തില്ല, പക്ഷേ അകിടിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ അകിട് വീക്കത്തെ വേർതിരിക്കും. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസിൽ അത് തന്നെ ക്രോണിക്കായിട്ടും അതുപോലെ അക്യൂട്ടായിട്ടും കാണപ്പെടുന്നുണ്ട്. ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന അകിട് വീക്കത്തിൽ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകിടിന് വേദന, നീര്, അതുപോലെ ആ അകിടിൻ്റെ ഭാഗം ചുമക്കുക, അകിട് കല്ലിച്ചു പോവുക, പാല് വളരെ കുറഞ്ഞു പോവുക, ചിലപ്പോൾ കാമ്പുകൾ കയറ്റിയിറക്കം വരിക, ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ കാണുന്ന അകിട് വീക്കത്തിന് ഹോമിയോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നുകളുടെ കോമ്പിനേഷനാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പലതരത്തിൽപ്പെട്ട മരുന്നുകളുടെ വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഹോമിയോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കൂട്ടം മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ, അത് ഒന്നിച്ച് നിങ്ങൾക്ക് വാങ്ങി അത് തന്നെ മിക്സ് ചെയ്ത് ആടുകൾക്ക് അകിട് വീക്കം വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് കൊടുക്കാവുന്നതാണ്. ആടിന് അകിട് വീക്കം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് ഈ ഹോമിയോ മരുന്നിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയട്ടെ. 4 മരുന്നുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മരുന്ന് സൾഫർ, രണ്ടാമത്തത് അർണിക്ക, മൂന്നാമത്തത് കൽക്കേരിയ ഫ്ലോർ, നാലാമത്തത് സിലീഷ്യ. ഈ 4 മരുന്നുകളുടെയും 200 പൊട്ടൻസിയിലുള്ള മരുന്നുകളാണ് വാങ്ങിക്കേണ്ടത്. അത് നിങ്ങൾക്ക് കൂടുതൽ എണ്ണം ആടുകളുണ്ടെങ്കിൽ ഓരോ മരുന്നിൻ്റെയും 30 ml ബോട്ടിലായിട്ട് വാങ്ങിക്കാം. നിങ്ങൾക്ക് പെണ്ണാടുകൾ 2 or 3 പെണ്ണാടുകളൊക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 10 മില്ലി വെച്ചിട്ട് ഓരോ മരുന്നും വാങ്ങിക്കുക. 10 മില്ലി വെച്ചിട്ട് ഓരോ മരുന്നും അത് ഒന്നിച്ച് ഒരു ബോട്ടിലിനകത്താക്കി വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 മരുന്നിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബോട്ടിൽ മരുന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ആടിന് ഈ രോഗലക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അകിടിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഈ മരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ മരുന്നുകൾ കൊടുത്തു തുടങ്ങുക. ഈ മരുന്ന് കൊടുക്കേണ്ട അളവ് എന്ന് പറയുന്നത്, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു 15 തുള്ളി ഈ മരുന്നിൻ്റെ കോമ്പിനേഷൻ ഉറ്റിക്കുക. അതിലേക്കൊരു 15 മില്ലി ഈ ചൂടാറിയ വെള്ളം ഉപയോഗിക്കുക. അതിനകത്തേക്ക് 15 മില്ലി ചേർത്തിട്ട് ആടിൻ്റെ വായിൽ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഒരു ദിവസത്തിൽ 3 നേരം ഈ രീതിയിൽ കൊടുക്കണം: രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ഇങ്ങനെ ആദ്യത്തെ ഒരു 5 ദിവസം ഇതേ രീതിയിൽ മരുന്നുകൾ 3 നേരം ദിവസം എന്ന കണക്കിൽ കൊടുത്തുകൊണ്ടിരിക്കണം. ആടിൻ്റെ അകിട് വീക്കത്തിൻ്റെ ആ ലക്ഷണങ്ങൾ കുറഞ്ഞു അല്ലെങ്കിൽ രോഗശമനം വന്നു തുടങ്ങിയെങ്കിൽ പിന്നീടുള്ള 5 ദിവസം ഈ മരുന്ന് ദിവസം 2 നേരം കൊടുക്കണം: രാവിലെയും വൈകുന്നേരം. അങ്ങനെ മൊത്തത്തിൽ 10 ദിവസത്തെ ഒരു കോഴ്സായിട്ടാണ് ഈ മരുന്നുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 5 ദിവസം 3 നേരവും അതിന് ശേഷമുള്ള 5 ദിവസം 2 നേരവും ഈ ഹോമിയോ മരുന്നുകൾ കൊടുത്ത് ആ കോഴ്സ് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ ആടിൻ്റെ ഈ അകിട് വീക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ എല്ലാം ശമിച്ചിട്ടുണ്ടാവും. ആട് പഴയ രീതിയിൽ ആക്റ്റീവായിട്ടുണ്ടാവും. അപ്പോൾ വളരെ നല്ല റിസൾട്ടുള്ള ഹോമിയോ മരുന്നുകളാണ്. നമ്മൾ ഇതിനു മുമ്പ് പല മരുന്നുകളെക്കുറിച്ച് വേറെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 മരുന്നുകളുടെ ഒരു സംയുക്ത രൂപമായിട്ടാണ് നമുക്ക് വാങ്ങിച്ച് വെക്കേണ്ടത്. അത് ആടിൻ്റെ അകിട് വീക്ക ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊടുത്തു തുടങ്ങിക്കൊള്ളുക.